ഹലോ നമസ്കാരം. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതീനെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ അത് ആക്സിഡൻ്റൽ ഹണിമൂണോ എന്ന് വയ്ക്കുമ്പോൾ ഹേയ് ഒന്നുമല്ല, ഹണിമൂണൊന്നും അല്ല, സച്ചേട്ടൻ എന്നെ ശുശ്രൂഷിക്കുകയാണെന്ന് പറയാം. പറയും ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ നന്നായി. അപ്പോൾ എന്തായാലും അപ്പോൾ വർഷ പറയുന്നുണ്ട്, സച്ചേട്ടാ ഞാനിന്ന് ലീവ് എടുത്ത് ഇവിടെ ഇരിക്കണം, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴേക്കും ഫോൺ വന്നു. സീരിയലിൻ്റെ ഒരു കഥയിൽ എൻ്റെ സംഭാഷണം വേണം, അത് എന്നാലും നാളെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അതെനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സച്ചേട്ടാ, അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ലീവ് എടുത്ത് ചേച്ചിയുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചതാണ് എന്ന് പറയും വർഷ കേട്ടോ. അപ്പോൾ അതൊന്നും സാരമില്ല മോളെ എന്ന് പറയട്ടെ. അപ്പോൾ ശ്രീകാന്ത് പറയും എനിക്കും പോകണം ചേട്ടാ, കാരണം 2 ഓർഡർ പാർട്ടി ഓർഡർ എടുത്തിട്ടുണ്ട് ഇത്രേ, ഞാൻ അല്ലാണ്ട് ശരിയാവില്ല, അതുകൊണ്ടാണ് അറിയും. അപ്പോൾ പറയും നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടല്ലോ, പിന്നെ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എനിക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ട്, അപ്പോൾ പുറത്തൊന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോൾ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വർഷ പറയുന്ന ഞങ്ങൾ പോയിട്ട് വരാൻ ചേച്ചി പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ശരിയെന്ന് പറയും. പക്ഷെ അങ്ങനെ പോയിട്ട് തിരിച്ച് വർഷം ഇങ്ങനെ നോക്കിയിട്ട് സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും. അപ്പോൾ എന്താ മോളെ വയ്ക്കുക, അല്ല രേവതി ചേച്ചിക്ക് ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ ഒരു മുഷിവ് തോന്നില്ലേ, ഇതാകുമ്പോൾ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ പോവും ചെയ്യാൻ, പുറത്തു കൂടെയൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ശരിയാണല്ലോ, ഒരു വീൽ ചെയർ വാങ്ങുക സച്ചേട്ടാ, എന്നാൽ അതാവുമ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങി കിടക്കേണ്ടിയും വരില്ലല്ലോ, നമുക്ക് വീൽ ചെയറിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവുകയും ചെയ്യാമല്ലോ എന്ന് പറയും. അത് ശരിയാണല്ലോ, അത് നല്ല ഐഡിയ ആണ് പറയട്ടോ. അത് കഴിഞ്ഞിട്ട് വർഷം അങ്ങനെ സംശയിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചേട്ടാ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം, മടിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വർഷം അങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പറയും ഇതുവരെ ഇവിടെ ആരും എന്നോട് പൈസയുടെ കാര്യം ചോദിച്ചിട്ടില്ല വർഷ, നീയാണ് ആദ്യമായിട്ട് എന്നോട് പൈസയുടെ കാര്യം ചോദിക്കുന്നത് പറയും. അപ്പോൾ പറയും ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാം എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട്, കാരണം സച്ചി ഇങ്ങനെ പറയുന്ന കേട്ടിട്ടേ. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, സച്ചി രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട്, ഞാനൊന്ന് പോകണം, എനിക്കൊന്ന് പുറത്തൊന്ന് പോകണം, അമ്മ എന്തായാലും വരുമല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ അമ്മ ഓടിപ്പിഴച്ച് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മോട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നാൽ പിന്നെ ഇവിടെ ഒരാളുണ്ടാവുമല്ലോ, പിന്നെ അതുമല്ല അമ്മ